ഞാൻ ആ ഒരു കാലഘട്ടത്തിലൊക്കെ എപ്പോഴും ആലോചിച്ചിരുന്നു ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയായിരിക്കും ഇത്രമാത്രം യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. കാരണം നമുക്കൊക്കെ ജോലി ചെയ്യണം. അപ്പോൾ ജോലി ചെയ്ത് കിട്ടുന്ന ഒഴിവുവേളകൾ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, പുള്ളിയുടെയൊക്കെ വീട്ടുകാർ കുറേ ഉണ്ടാക്കിയിട്ടേക്കുന്നതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, അതൊക്കെ യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാമല്ലോ, സുഖിച്ച് നടക്കാമല്ലോ എന്ന്. ഈ ചോദ്യം സാർ ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ലേ, നമുക്ക് ജോലി ചെയ്യണ്ടേ, നിങ്ങളുടെ ബിസിനസ് നോക്കണ്ടേ, ഈ പരിപാടിയായിട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ എന്ന്. അപ്പൊ അതിനെന്തായിരുന്നു മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്? അല്ല, അതിന്റെ മറുപടി ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, എന്റെ പൂർവികര് കുറെ പണം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ അതെല്ലാം ബാങ്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഓരോ മാസവും എനിക്ക് ഒരു വലിയൊരു തുക വീതം എനിക്ക് തരും, മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കും. നിങ്ങൾ പോകൂ, യാത്ര ചെയ്യൂ, ആഘോഷിക്കൂ, തിരിച്ചു വരുന്നു. അങ്ങനെ എല്ലാ മാസവും 3-4 ലക്ഷം വീതം എനിക്ക് എടുത്തു തരും, ഞാനങ്ങ് പോകും, തിരിച്ചു വരും. ഇങ്ങനെയായിരുന്നു അന്നത്തെ രീതി. ഇത് സത്യമാണോ അതോ തള്ളി പറിക്കുന്നതാണോ? അല്ല, ഇങ്ങനെ പറയുമ്പോഴേ ഇത്ര ആധികാരികമായി പറയുമ്പോൾ എനിക്ക് എന്നെ കൺഫ്യൂഷൻ, ഇപ്പൊ സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നോ എന്നുള്ളത്. അല്ല, ഇപ്പൊ ഈ പറഞ്ഞവരോട് ഇതല്ലേ മറുപടി പറയാനുള്ളൂ. അല്ല, സത്യത്തിൽ ഇത്രമാത്രം യാത്ര ചെയ്യാനുള്ള ഒരു സാമ്പത്തിക എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ലേബർ ഇന്ത്യയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സുകളോ ആയിരുന്നോ? ഒന്നുമല്ല, ഞാൻ ലേബർ ഇന്ത്യയിലേക്ക്, ഞാൻ ചുമതലയിലേക്ക് വരുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് സഞ്ചാരം. എൻ്റെ ഭാര്യയുടെ, ഞാൻ അന്ന് വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, എൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ചും വിറ്റും പിന്നെ കോളേജ് മാഗസിനുകളുടെ പ്രിന്റിംഗ് കോൺട്രാക്ട് എടുത്തും ഒക്കെ കിട്ടിയ പൈസ കൊണ്ട് അന്ന് 6000 രൂപയ്ക്ക് 5000 രൂപയ്ക്കൊക്കെയാണ് ഞാൻ 6500 രൂപയ്ക്കാണ് എൻ്റെ ആദ്യത്തെ നേപ്പാൾ യാത്ര തുടങ്ങുന്നത്. അപ്പം അങ്ങനെ. പക്ഷെ അന്ന് 6500 വലിയ എമൗണ്ട് അല്ലേ? അതെ, അത് പറഞ്ഞ 6500 രൂപ ഞാൻ അന്ന് കോളേജ് മാഗസിനുകളുടെ കോൺട്രാക്ട് എടുക്കുക, എൻ്റെതായ മറ്റ് ബിസിനസ്സുകൾ ചെയ്യുക. പിന്നെ തികയാതെ വരുമ്പോൾ എൻ്റെ അമ്മ വല്ലപ്പോഴും, അമ്മ അധ്യാപികയായിരുന്നു, ഈ ചിട്ടി പിടിച്ച പൈസയൊക്കെ ആയിട്ട് കുറച്ച് പൈസ വല്ലപ്പോഴും അരഞ്ഞ നിലവിളി ചെല്ലുമ്പോൾ കുറച്ച് പൈസ എടുത്തു തരും, ഭാര്യയുടെ ആഭരണം വയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. പിന്നീട് ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ചാരം ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷം, ആദ്യത്തെ 12 വർഷവും ഏഷ്യാനെറ്റിൽ നിന്ന് പ്രതിഫലമൊന്നുമില്ല. പക്ഷേ പിന്നീട് സഞ്ചാരത്തിൻ്റെ CD-കൾ വിൽപ്പന ആരംഭിച്ചു. അത് സൂപ്പർ ഹിറ്റായി മാറി. അതാണ് പിന്നെ സഞ്ചാരത്തെ നിലനിർത്തിയത്. സഞ്ചാരം പിന്നെ തുടരാനുള്ള എനിക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. പിന്നെ 2, ഈ ലോകയാത്ര സാധാരണ ഒരു മനുഷ്യൻ നടത്തുന്ന പോലെ അല്ല ഞാൻ നടത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചാരത്തിൽ കാണുന്നത് പോലെയോ ഒന്നുമല്ല.